ക്ഷേത്രവും സാമാജിക സമരസതയും തമ്മിൽ ഉള്ള ബന്ധം. ഈ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങൾ നടത്തേണ്ട സാമൂഹ്യ പരിവർത്തനം എന്താണ്? ഇവിടെ ക്ഷേത്രം അടിസ്ഥാനപരമായി ദേവാലയമാണ്. അടിസ്ഥാനപരമായി ക്ഷേത്രം ദേവാലയമാണ്. ആരാധനാ കേന്ദ്രം എന്ന് കയറി പറഞ്ഞേക്കരുത്. അഥവാ ആരാധനാ കേന്ദ്രമാണെങ്കിൽ അവിടെ ആരാധകനാണ് പ്രഥമ സ്ഥാനം, ദേവന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ദേവാലയമായതുകൊണ്ട് ആ ദേവന്റെ വ്യക്തിത്വത്തിനാണ് അവിടെ പ്രഥമ സ്ഥാനം. ഏത് തരം ദേവതയാണോ അതിനനുസരിച്ചതായ വിശേഷങ്ങളും ഭാവങ്ങളും ചിട്ടകളും വട്ടങ്ങളും ഒക്കെ വേണം. രണ്ടാമതായിട്ട് പറയുന്നു അത് സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രമാണ്. അപ്പം ദേവാലയം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അതൊരു ശക്തി കേന്ദ്രമാണ്. അവിടെ മറ്റുള്ളവർ പോവുക ഉപാസിക്കുക എന്നുള്ളതൊന്നുമല്ല, അത് തന്നെ ഒരു ശക്തി കേന്ദ്രമാണ്. ആ ശക്തി കേന്ദ്രം അതായി നിലനിൽക്കവേ സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രമാകുന്നു. ആവർത്തിച്ച് പറയട്ടെ, സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രമാകാൻ വേണ്ടി ശക്തി കേന്ദ്രം എന്നുള്ളതിനെ നമുക്ക് നഷ്ടമാക്കിക്കൂടാ. കാരണം പ്രഥമ സ്ഥാനം അതിനാണ്. അവിടെ നിശ്ചയിക്കപ്പെട്ട നിത്യനൈമിത്തികങ്ങൾ അതിനനുസരിച്ച് നടത്തണം. നമ്മുടെ സൗകര്യത്തിനത് മാറ്റിവെക്കില്ല. ഇനി സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രം എന്ന രീതിയിൽ നമ്മൾ എടുക്കണം. അടുത്തതായി പറയുന്നു, നമ്മുടെ സാംസ്കാരികവും ആധ്യാത്മികവുമായ കേന്ദ്രമാണ്. കലകളുടെ, സാഹിത്യത്തിൻ്റെ, സംഗീതത്തിൻ്റെ, നൃത്തത്തിൻ്റെ എന്ന് വേണ്ട നമ്മുടെ സാമാജിക വീക്ഷണത്തിൻ്റെ മൊത്തം കേന്ദ്രസ്ഥാനമായിട്ട് കൂടിയാണ് ക്ഷേത്രങ്ങളെ വിഭാവന ചെയ്തിട്ടുള്ളത്. അപ്പം ഈ നിലയ്ക്കെല്ലാം ക്ഷേത്രങ്ങൾ പോഷിപ്പിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അടിസ്ഥാനമായ മന്ത്രതന്ത്രാദികളിലൂടെ ആ ഒന്നാമത്തെ വ്യക്തിത്വം നിലനിർത്തുക, അതിൽ നിത്യോപാസകന്മാരുടെ, നിത്യപൂജകന്മാരുടെ പൂജകളായാലും ആചാര്യൻ്റെ വിശേഷ കർമ്മങ്ങളായാലും സമൂഹത്തിൻ്റെ സങ്കല്പമായാലും ഒക്കെ അതിനോട് ചേരണം. അടുത്ത ഘട്ടത്തിൽ ആരാധനാ കേന്ദ്രം എന്ന രീതിയിൽ അവിടെ വരുന്ന ആരാധകർക്ക് ശ്രദ്ധയോടെ ആരാധിക്കാനുള്ള ഒരു അവസ്ഥാവിശേഷം ക്ഷേത്ര പരിപാലകരുണ്ടാക്കി കൊടുക്കണം. ആരാധനാ കേന്ദ്രത്തെ നിലനിർത്താൻ സമൂഹവും തങ്ങളുടെ പങ്ക് വഹിക്കണം. ഇത് രണ്ടും ചേരുമ്പോൾ അത് നിലനിൽക്കും ഭംഗിയായിട്ട്. ആ ഒരു ക്ഷേത്രത്തിൻ്റെ നിശ്ചിതമായൊരു തട്ടകത്തിലെങ്കിലും അതുമായി ബന്ധപ്പെടുന്ന സമൂഹത്തിൻ്റെ മൊത്തം ഐശ്വര്യത്തിന് ഉതകുന്ന രീതിയിൽ ക്ഷേത്രം പ്രവർത്തിക്കണം. ക്ഷേത്രവും സമൂഹവും തമ്മിലുള്ള പാരസ്പര്യം ഊട്ടി ഉറപ്പിക്കപ്പെടണം. അപ്പം ആ സമൂഹത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ആ സമൂഹത്തിന് തൻ്റെ ഇടം നൽകുന്ന, ആ സമൂഹത്തിന് വ്യക്തിഗതമായും സാമാജികവുമായുള്ള പ്രശ്നങ്ങളെ അതിക്രമിക്കുന്നതിനൊക്കെയുള്ള കേന്ദ്രമായൊരു ക്ഷേത്രം തീരുമ്പോൾ അതും സമൂഹവും തമ്മിൽ സുദൃഢമാകും ബന്ധം. ഇതെൻ്റെതാണെന്ന ബോധം ഓരോ വ്യക്തിക്കും ഉണ്ടാവും, അല്ലാച്ച ഉണ്ടാവില്ല. അതുകൊണ്ടുള്ള പ്രയോജനം സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത് നമുക്ക് സാധിക്കണം. അല്ലാതെ വരുമ്പോൾ ആ ബന്ധം ഇല്ലാതായി പോകും, ആ ഏകതാബോധം ഇല്ലാതായി പോകും. അപ്പം ഇത്തരം നിലനിർത്താൻ ക്ഷേത്ര പരിപാലകർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു തട്ടകത്തിലെങ്കിലുള്ള ക്ലേശങ്ങളിൽ എങ്ങനെ സേവ ചെയ്യാമോ പങ്കു ചേർന്നുകൊണ്ട് ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കണം. വളരെ വിശദമായി പറയേണ്ടതാണ്. പക്ഷെ ഇത്ര പറഞ്ഞതിൽ വിചാരം ചെയ്താൽ, വിശദീകരിച്ചാൽ ഒട്ടനവധി അംഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്.